ഹായ്, കെനിയയിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മസായി മാരയിലാണ് ഞാനിപ്പോൾ. ഇന്ന് മുതലാണ് ഞങ്ങളുടെ സഫാരി ആരംഭിക്കുന്നത്. രാവിലെ 5:30 മണിക്ക് തന്നെ ഞങ്ങൾ സഫാരി ആരംഭിച്ചു. ഞങ്ങളുടെ ഡ്രൈവർ ഡേവിഡ് അക്കാര്യത്തിൽ കർക്കശക്കാരനാണ്. സിംഹങ്ങളൊക്കെ സജീവമായിരിക്കുന്ന സമയമാണത്. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദീർഘമായ സഫാരിയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിരാവിലെ തന്നെ ഹോട്ട് എയർ ബലൂണുകൾ പറന്നു തുടങ്ങിയിരിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന വന്യജീവി സംഭവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഗ്രേറ്റ് മൈഗ്രേഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് മസായിമാരെ മൃഗങ്ങളെ കൊണ്ട് സജീവമാണ്. സമൃദ്ധമായ വന്യജീവികൾക്കും പരമ്പരാഗതമായി ഈ പ്രദേശത്ത് വസിച്ചിരുന്ന മസായി ജനതയ്ക്കും പേരുകേട്ട മസായിമാര ദേശീയ റിസർവ് തെക്ക് പടിഞ്ഞാറൻ കെനിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1510 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇത് കെനിയ ടാൻസാനിയ അതിർത്തിയിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ മാറ സെറൻഗെറ്റി ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. മസായിമാര എന്ന പേര് പ്രാദേശിക മസായി ജനങ്ങളിൽ നിന്നും അതിലൂടെ ഒഴുകുന്ന മാര നദിയിൽ നിന്നുമാണ് വന്നത്. കഴിഞ്ഞ വീഡിയോയിൽ മസായി ജനതയെക്കുറിച്ച് ഞാൻ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. വന്യജീവി സങ്കേതമായി സ്ഥാപിതമായ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതലുള്ളതാണ് ഈ റിസർവിന്റെ ചരിത്രം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇടതൂർന്ന മരങ്ങൾ നിറഞ്ഞ ഒരു വനപ്രദേശമല്ല ഇത്. ഭൂമിശാസ്ത്രപരമായി തുറന്ന സാവന്നകൾ, പുൽമേടുകൾ, അക്കേഷ്യ വനപ്രദേശങ്ങൾ, നദീതീര വനങ്ങൾ, കുന്നുകൾ എന്നിവയൊക്കെ മസായിമാരയുടെ സവിശേഷതകളാണ്. റിസർവിന്റെ ജീവനാഡിയായ മാറ നദി ഇവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് നിർണായകമാണ്. നമ്മൾ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി 20 മുതൽ 30 ഡിഗ്രി വരെ മാത്രം മിതമായ താപനിലയുള്ള 2 മഴക്കാലങ്ങളുള്ള ഒരു പ്രദേശമാണ് മസായിമാര. മസായിമാര അവിശ്വസനീയമായ സസ്യജന്തുജാലങ്ങൾക്ക് പേരുകേട്ടതാണ്. ഈ റിസർവ് ബിഗ് 5 എന്ന് പൊതുവെ വിളിക്കുന്ന സിംഹം, പുള്ളിപ്പുലി, കാണ്ടാമൃഗം, ആന, കെയ്പെരുമ എന്നിവയ്ക്കും ചീറ്റകൾ, കഴുതപ്പുലികൾ, ജിറാഫുകൾ, സീബ്രകൾ, വിൽഡ് ബീസ്റ്റുകൾ എന്നിവയുടെയും ആവാസകേന്ദ്രമാണ്. വർഷം തോറും നടക്കുന്ന ഏറ്റവും മനോഹരമായ വന്യജീവി സംഭവങ്ങളിലൊന്നായ ഗ്രേറ്റ് മൈഗ്രേഷൻ മസായിമാരയെ കൂടുതൽ പ്രശസ്തമാക്കുന്നു. ഞങ്ങൾക്ക് അധികം യാത്ര ചെയ്യേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ഒരു സീബ്രയെ കഴിക്കുന്ന സിംഹക്കൂട്ടത്തിനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പെൺസിംഹങ്ങളും കുട്ടികളുമായി ഏകദേശം 10ഓളം സിംഹങ്ങളുണ്ട്. ആൺസിംഹത്തെ ഒന്നും കാണാനില്ല. ഒരുപക്ഷെ അവൻ ആദ്യം കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി വിശ്രമിക്കുകയാവും. സാധാരണയായി പ്രൈഡ് എന്ന് വിളിക്കുന്ന സിംഹക്കൂട്ടങ്ങളിൽ പെൺസിംഹങ്ങളാണ് ഇര പിടിക്കുന്നതെങ്കിലും ആൺസിംഹങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവർ കഴിക്കാറുള്ളൂ. ഡോമിനന്റായ ആൺസിംഹം പ്രൈഡിന്റെ ടെറിട്ടറി സംരക്ഷിക്കുന്നതിലും അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ അവന്റെ സ്ഥാനം പ്രൈഡിൽ ഏറ്റവും മുകളിലാണ്. ഇത് റോങ്കായി പ്രൈഡ് എന്ന സിംഹങ്ങളുടെ കൂട്ടമാണ്. സാധാരണയായി റിസർവിന്റെ കിഴക്കൻ ഭാഗത്തുള്ള റോങ്കായി നദിക്കടുത്ത് കണ്ടുവരുന്നതിനാലാണ് ഇവർക്ക് ഈ പേര് ലഭിച്ചത്. മസായിമാരയിലെ റോങ്കായി പ്രൈഡ് എന്നത് അസാധാരണമായ വേട്ടയാടൽ വൈദഗ്ധ്യത്തിനും ശക്തമായ സാമൂഹിക ബന്ധങ്ങൾക്കും പേരുകേട്ട സിംഹങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇതിൽ ഏകദേശം 6 പെൺസിംഹങ്ങളും 12 കുഞ്ഞുങ്ങളും ഒരു പ്രായപൂർത്തിയായ ആൺസിംഹവും കൂട്ടത്തിന്റെ നേതാവായ പ്രൈഡിനെ നയിക്കുന്ന ലോർക്കുലപ്പ് എന്ന ആൺസിംഹവും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കാറ്റിനനുസരിച്ച് തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഏകോപിത ആക്രമണങ്ങൾ നടത്തി എരുമ, ജിറാഫ് പോലുള്ള വലിയ ഇരകളെ പതിയിരുന്ന് വേട്ടയാടാൻ വൈദഗ്ധ്യമുള്ള വേട്ടക്കാരാണ് ഈ പ്രൈഡിലെ സിംഹങ്ങൾ. പ്രധാനമായും വലിയ മൃഗങ്ങളെയാണ് ഇവ ഒരുമിച്ച് പ്രവർത്തിച്ച് ആക്രമിക്കാറുള്ളത്. വേട്ടയാടലിന് ശേഷം ആൺസിംഹങ്ങളും പെൺസിംഹങ്ങളും മാറി മാറി മുഴുവൻ പ്രൈഡും ഒരുമിച്ച് അത് കഴിക്കുന്നത് ഇവരുടെ പ്രത്യേകതയാണ്. മറ്റ് സിംഹങ്ങളെയും വേട്ടക്കാരെയും അകറ്റാൻ അവരുടെ ടെറിട്ടറി അവയുടെ ഗന്ധം കൊണ്ട് അടയാളപ്പെടുത്തി സംരക്ഷിക്കുന്നവരാണ് റോങ്കായി പ്രൈഡ്. അതിൽ ഒരു സിംഹം ഞങ്ങളുടെ വാഹനത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് പുറകിൽ കൂടെ നടന്ന് അടുത്ത് കിടന്ന ഒരു വാഹനത്തിൽ കടിച്ചു നിൽക്കാൻ തുടങ്ങി. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് അത് തിരിച്ചു പോയപ്പോഴാണ് എല്ലാവരും ഒന്ന് ശരിക്കും ശ്വാസം വിട്ടത്. ഇതേ കണ്ടോ, ഇവരുടെ കാര്യമാണ് കഷ്ടം. മേലനങ്ങി പണിയെടുക്കാതെ മറ്റുള്ളവർ സമ്പാദിക്കുന്നതിൽ നിന്നും തട്ടിപ്പറിക്കാൻ നോക്കി നടക്കുന്നവരാണ് ഹൈന അല്ലെങ്കിൽ കഴുതപ്പുലികൾ. സിംഹങ്ങൾ ഇവയെ തിന്നാറില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവന്മാർക്കിട്ട് നല്ല പണി കൊടുക്കാറുണ്ട്. എന്നാലും ഒരു നാണവുമില്ലാതെ വീണ്ടും ചെല്ലും മേടിച്ചു കെട്ടാൻ. കഴുതയുടെയോ പുലിയുടെയോ സാമ്യമില്ലാത്ത ഇവർക്ക് നമ്മൾ എന്തിനാണോ കഴുതപ്പുലി എന്ന് പേരിട്ടത്?
കുറച്ചകലെയായി ആരോ തിന്നിട്ട് ഉപേക്ഷിച്ചു പോയതിൽ നിന്നും ഭക്ഷിച്ചുകൊണ്ട് ഒരു കഴുകൻ ഇരിപ്പുണ്ട്. ശവശരീരമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ആരോഗ്യമുള്ള ജീവികളെ ഇവ ഒരിക്കലും ആക്രമിക്കാറില്ല. ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഇവയെ കാണാറില്ല. കഷണിത്തല ഇവരുടെ ഒരു പ്രത്യേകതയാണ്. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. മസായി മാരയിലെ ഗ്രേറ്റ് മൈഗ്രേഷൻ ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ വന്യജീവി സംഭവങ്ങളിൽ ഒന്നാണ്. എല്ലാ വർഷവും പ്രധാനമായും 1.5 ദശലക്ഷത്തിലധികം വിൽഡ് ബീസ്റ്റുകൾ, 4 ലക്ഷം സീബ്രകൾ, 3 ലക്ഷം തോംസൺസ് ഗസലുകൾ എന്നിവ ടാൻസാനിയയിലെ സെറൻഗെറ്റി ദേശീയോദ്യാനത്തിൽ നിന്ന് കെനിയയിലെ മസായി മാര ദേശീയ റിസർവിലേക്ക് പച്ചപ്പ് നിറഞ്ഞ മേച്ചിൽപ്പുറങ്ങളും വെള്ളവും തേടി 1000-ലധികം കിലോമീറ്റർ ദൂരം ഘടികാര ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ. സീസണൽ മഴയുടെ രീതികളും പുതിയ പുല്ലുകൾ വളർച്ചയുമാണ് ഈ കുടിയേറ്റത്തിന്റെ പ്രധാന കാരണം. സിംഹങ്ങൾ, പുള്ളിപ്പുലികൾ, ചീറ്റകൾ, കഴുതപ്പുലികൾ എന്നിവയുടെ ഭീഷണിക്ക് പുറമെ മാറാ നദിയിലെ കലങ്ങിയ വെള്ളത്തിൽ പതിയിരിക്കുന്ന 3000-ലധികം മുതലകളെയും ഈ കൂട്ടങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു. ഈ കാലയളവിൽ ഏകദേശം 4 ലക്ഷം കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നതോടൊപ്പം 2.5 ലക്ഷത്തോളം മൃഗങ്ങൾ ഇരയാക്കപ്പെടുന്നുണ്ടെന്നതും അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ടാൻസാനിയയിലെ സെറൻഗെറ്റി ദേശീയോദ്യാനത്തിൽ നിന്ന് കെനിയയിലെ മസായി മാര ദേശീയ റിസർവിലേക്ക് കുടിയേറ്റം സാധാരണയായി എല്ലാ വർഷവും ജൂലൈയിലോ ഓഗസ്റ്റിലോ ആണ് ആരംഭിക്കുന്നത്. ആ സമയത്ത് കൂട്ടങ്ങൾ സെറൻഗെറ്റിയുടെ പടിഞ്ഞാറൻ ഇടനാഴിയിൽ നിന്ന് നീങ്ങുകയും മാരാ നദി കടന്ന് കെനിയയിലെ മസായി മാര ദേശീയ റിസർവിലേക്ക് പോവുകയും ചെയ്യുന്നു. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഈ കുടിയേറ്റം അതിന്റെ പാരമ്യത്തിലെത്തുന്നത്. ഡിസംബറോടെ ഈ കൂട്ടങ്ങൾ സെറൻഗെറ്റിയിലേക്ക് മടങ്ങുന്നു. വീണ്ടും ജൂലൈയിൽ ഈ പ്രക്രിയ ആവർത്തിക്കുന്നു. ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തൽ, ടൂറിസത്തിന്റെ വികസനം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവയൊക്കെ ബാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ. നിർഭാഗ്യവശാൽ കാലാവസ്ഥാ വ്യതിയാനം, ആവാസ വ്യവസ്ഥയുടെ വിഘടനം, മനുഷ്യ വന്യജീവി സംഘർഷം എന്നിവയൊക്കെ ഈ കുടിയേറ്റത്തിന് ഭീഷണിയാണ്. എങ്കിലും ഈ വെല്ലുവിളികൾക്കിടയിലും ഗ്രേറ്റ് മൈഗ്രേഷൻ ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെയും വന്യജീവി പ്രേമികളെയും ആകർഷിക്കുന്ന ഒരു പ്രതീകാത്മകവും അത്ഭുതകരവുമായ സംഭവമായി തുടരുന്നു. പരിണാമ സിദ്ധാന്തത്തിലെ ഘടകങ്ങളായ ഏറ്റവും മികച്ചവയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും ഒരു ഉദാഹരണമാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ. ഞങ്ങളിപ്പോൾ മാറാ നദിയുടെ കരയിലാണ്. ഒരു കൂട്ടം ഹിപ്പോകൾ അവിടെ വെള്ളത്തിലും കരയിലുമായി വിശ്രമിക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ നദികളിലും തടാകങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും വസിക്കുന്ന വലുതും അർദ്ധജലജീവികളുമായ സസ്തനികളാണ് ഹിപ്പോപ്പൊട്ടാമസ്. ആഴം കുറഞ്ഞ വെള്ളത്തിൽ കാണപ്പെടുന്ന സസ്യബുക്കുകളായ ഇവ ദിവസത്തിന്റെ ഭൂരിഭാഗവും അവിടെ തന്നെ ചെലവഴിക്കുന്നു. പ്രതിദിനം 150 കിലോഗ്രാം വരെ ഭക്ഷണം വേണ്ട ഹിപ്പോകൾ ശാന്ത സ്വഭാവമുള്ളതായി തോന്നുമെങ്കിലും ഭീഷണി നേടുമ്പോൾ മറ്റു വലിയ മൃഗങ്ങളെക്കാട്ടിലും കൂടുതൽ അപകടകാരികളാണ്. പ്രായപൂർത്തിയായ ഒരു ഹിപ്പോയ്ക്ക് ശരാശരി ഏകദേശം 500 മുതൽ 3000 കിലോ വരെ ഭാരമുണ്ടായിരിക്കും. അവയുടെ പാർപ്പിടത്തെയും ഭക്ഷണ വിതരണത്തെയും ബാധിക്കുന്ന ആവാസ വ്യവസ്ഥയുടെ നഷ്ടമാണ് ഹിപ്പോപ്പൊട്ടാമസിനുള്ള പ്രധാന ഭീഷണി. ആനക്കൊമ്പിന് പകരം നിൽക്കുന്ന അവയുടെ പല്ലിനു വേണ്ടിയും മാംസത്തിനു വേണ്ടിയും അവ വേട്ടയാടപ്പെടാറുണ്ട്. ഭീകരമായ വലിപ്പം കാരണം അവയ്ക്ക് ശത്രുക്കൾ കുറവാണെങ്കിലും അപൂർവമായി സിംഹം പോലുള്ള മാംസപുക്കുകൾ അവയുടെ കുഞ്ഞുങ്ങളെ ഇരയാക്കാറുണ്ട്. ഇവിടെ ഒരു റിവർ ക്രോസിംഗ് നടക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. കുറെ വിൽഡ് ബീസ്റ്റുകളും സീബ്രകളും കുറെ നേരമായി ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഒരു കമാൻഡറുടെ ഉത്തരവ് അനുസരിച്ച് സൈന്യം നീങ്ങുന്നത് പോലെ അവർ നിരനിരയായി നടക്കുകയാണ്. അപ്പുറം ടാൻസാനിയയാണ്. അവരുടെ മടക്കയാത്രയാണോ ഇതെന്ന് അറിയത്തില്ല. അതിൽ 2-3 പേർ മൺതിട്ട വഴി നദിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം തിരിച്ചു വരുന്നുണ്ട്. എന്തോ അപകടം അവർ താഴെ കാണുന്നുണ്ട്. ശരിയാണ്, കുറച്ച് മുതലകൾ നദിയിലുണ്ട്. അതാണ് അവർ നദിയിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നത്. മുതലകൾക്ക് അധികം മെനക്കെടാതെ ഇരപിടിക്കാനുള്ള സുവർണാവസരമാണ് ഈ മൈഗ്രേഷൻ കാലം. ഞങ്ങൾ കുറച്ചു നേരം നോക്കി നിന്നു. അവസാനം നദി ക്രോസ് ചെയ്യുന്ന പരിപാടി അവർ ഉപേക്ഷിച്ച് അവിടെ നിന്ന് മടങ്ങുകയാണ്. വേറൊരു ലൊക്കേഷനിലേക്ക് ഞങ്ങളും. റിവർ ക്രോസിംഗിന്റെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. കുറച്ച് വിൽബീസ്റ്റും സീബ്രകളും ഒരു ചെറിയ നദി ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മുതലകളെ പേടിയുള്ളതുകൊണ്ട് വളരെ മുൻകരുതലോടെയാണ് അവ നദി ചാടി കിടക്കുന്നത്. ഒരെണ്ണം ആദ്യം ചാടിയാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ധൈര്യമായി. എന്നാലും പേടിയുള്ള ചിലരും ഈ കൂട്ടത്തിലുണ്ട്. കെനിയയുടെയും ടാൻസാനിയയുടെയും അതിർത്തിയാണിത്. തൊട്ടപ്പുറത്ത് മാരാ നദിയാണ്. ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. മൃഗങ്ങളാണ് ഇവിടുത്തെ പ്രധാന കുടിയേറ്റക്കാർ. സന്ദർശകരുടെ ഒരു പ്രധാന ഫോട്ടോ പോയിന്റാണിത്.
ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ ഫോട്ടോഗ്രാഫിയിൽ കമ്പമുള്ളവരാണ്. രാവിലെ വാഹനത്തിൽ കയറുന്നത് മുതൽ ഫോണിനും ക്യാമറയ്ക്കും വിശ്രമമില്ല എന്നതാണ് മസായിമാരയിൽ വന്നാലുള്ള പ്രത്യേകത. താല്പര്യമില്ലാത്തവർ പോലും ഫോട്ടോ എടുത്തു പോകും. അതാണ് മസായിമാര. ഇനി ഉച്ചഭക്ഷണത്തിലുള്ള സമയമാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും വാഹനം നിർത്താൻ അനുവാദമില്ല. ഞങ്ങളൊരു ചെറിയ കുറ്റിക്കാട്ടിന് സമീപത്ത് വാഹനം പാർക്ക് ചെയ്തു. ക്യാമ്പിൽ നിന്നും കുറേ ഭക്ഷണം തന്നുവിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് വല്ലതും തടയുമെന്ന് പ്രതീക്ഷിച്ച് വന്നയാളാണ്. റുപ്പൽ സ്റ്റാർലിംഗ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. മലയാളത്തിൽ ഗരുഡൻ ചാരക്കാളി എന്നാണ് ഗൂഗിൾ പറയുന്നത്. തെറ്റാണെങ്കിൽ പറയണേ. ഇണങ്ങുന്ന പക്ഷിയാണിത്. ഇടത്തരം വലിപ്പമുള്ള ആന്റിലോപ്പ് വർഗത്തിൽപ്പെട്ട ടോപ്പി എന്ന മൃഗമാണിത്. പുൽമേടുകൾ, തുറന്ന വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ടോപ്പികൾ സമുദ്രനിരപ്പ് മുതൽ പർവ്വത പ്രദേശങ്ങൾ വരെയുള്ള വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ കാണാറുണ്ട്. മുഖം, തൊണ്ട, അടിവയർ എന്നിവയിൽ മഞ്ഞയോ വെള്ളയോ അടയാളങ്ങളുള്ള ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ള രോമക്കുപ്പായം ഇവയുടെ സവിശേഷതയാണ്. ടോപ്പികൾക്ക് 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാനുള്ള കഴിവുണ്ട്. ഏറ്റവും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മൃഗമാണിത്. ഇങ്ങനെ സഫാരി വാഹനങ്ങളുടെ ഒരു തിരക്ക് കണ്ടാൽ ഉറപ്പാണ് ഏതോ ഒരു സൈറ്റിംഗ് അവിടെ ഉണ്ടെന്ന്. പുള്ളിപ്പുലിയുടെ സൈറ്റിംഗ് ആണെന്നാണ് അറിഞ്ഞത്. മസായിമാരയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് പുള്ളിപ്പുലിയെ കാണുക എന്നത്. ഏറെ നേരത്തെ ശ്രമഫലമായിട്ടാണ് ദൂരെയുള്ള കുറ്റിച്ചെടികൾക്കുള്ളിൽ ഒരു പുലി ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ലുലുക്ക എന്ന ഏകദേശം 10 വയസ്സ് പ്രായമുള്ള പെൺപുലിയാണവൾ. വിദഗ്ധയായ വേട്ടക്കാരിയും അർപ്പണബോധമുള്ള അമ്മയും എന്ന ഖ്യാതിയുള്ള മാരയിലെ പുള്ളിപ്പുലികളിൽ ഒരാളാണ് അവൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ നടന്നു തുടങ്ങി. തൊട്ടടുത്ത് കുറച്ച് ഗസലെ മാനുകൾ മേയുന്നുണ്ട്. അവൾ വേഗത കൂട്ടിയപ്പോൾ എല്ലാവരും ഒരു ഹണ്ടിങ് പ്രതീക്ഷിച്ചു. പക്ഷേ പെട്ടെന്ന് അവൾ അപ്രത്യക്ഷയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറ്റിക്കാടിനുള്ളിലെ ഒരു മരത്തിന്റെ മുകളിലാണ് അവൾ പ്രത്യക്ഷപ്പെട്ടത്. അവൾ മാത്രമല്ല, അവളുടെ 2 കുട്ടികളും മരത്തിന്റെ മുകളിലുണ്ട്. ശത്രുക്കളിൽ നിന്നുമുള്ള ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ പുലികൾ വേട്ടയാടിയ ഭക്ഷണം സാധാരണയായി മരത്തിന്റെ മുകളിൽ കയറ്റിയാണ് ഭക്ഷിക്കാറുള്ളത്. അവിടെ മരത്തിന്റെ മുകളിൽ ഒരു മാനിന്റെ ശരീരവും കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾ ഒളിച്ചിരിക്കുകയാണ്. ലുലുക്ക ശിഖരങ്ങളിൽ കൂടിയൊക്കെ നടക്കുന്നുണ്ട്. അവൾ ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തെങ്കിലും അവൾ മരത്തിൽ നിന്നും ഇറങ്ങിയില്ല. ആനകളെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ആനകൾ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. കെനിയയിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ആനകൾ ഗാംഭീര്യമുള്ളതും ബുദ്ധിശക്തിയുള്ളതും വളരെ സാമൂഹികവുമായ ജീവികളാണ്. ഭൂമിയിലെ കരയിൽ ജീവിക്കുന്ന മൃഗങ്ങളിൽ ഏറ്റവും വലിയതാണ് കെനിയയിലെ ആഫ്രിക്കൻ ആനകൾ. ആണാനകൾക്ക് 5000 മുതൽ 7500 കിലോഗ്രാം വരെ ഭാരവും 3 മുതൽ 4 മീറ്റർ വരെ ഉയരവുമുണ്ട്. വലിയ ചെവികളും നീളമുള്ളതും വഴക്കമുള്ളതുമായ കൊമ്പുകളും അവയുടെ പ്രത്യേകതകളാണ്. ആഫ്രിക്കൻ ആനകളുടെ ഒരു പ്രത്യേകത ആണാനകൾക്കും പെണ്ണാനകൾക്കും കൊമ്പുണ്ട് എന്നതാണ്. ഏറ്റവും പ്രായം കൂടിയ പെൺ ആന നയിക്കുന്ന സമൂഹങ്ങളിലാണ് അവ ജീവിക്കുന്നത്. സാവന്നകൾ, പുൽമേടുകൾ എന്നിടങ്ങളിൽ വസിക്കുന്ന സൗമ്യമായ ഈ ഭീമന്മാർ പുല്ലുകൾ, ഇലകൾ, പഴങ്ങൾ, മരങ്ങളുടെ പുറംതൊലി എന്നിവ ഭക്ഷിക്കുന്ന സസ്യബുക്കുകളാണ്. അസാധാരണമായ ഓർമ്മശക്തി, സഹാനുഭൂതി, സഹകരണം എന്നിവയ്ക്ക് പേരുകേട്ട കെനിയൻ ആഫ്രിക്കൻ ആനകൾ നിർഭാഗ്യവശാൽ വേട്ടയാടൽ, ആവാസ വ്യവസ്ഥയുടെ നാശം, മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയ ഭീഷണികൾ നേരിടുന്നുണ്ട്. കെനിയയിൽ 2 തരം ആനകളുണ്ട്. സാവന്ന ആനയും കാട്ടാനയും. അംബോസലി, മസായിമാര എന്നിവിടങ്ങളിലെ തുറന്ന സാവന്നകളിലാണ് സാവന്ന ആനകളെ കാണപ്പെടുന്നത്. വലിപ്പം കുറഞ്ഞ കാട്ടാനകൾ കെനിയ പർവ്വതത്തിലെ ഇടതൂർന്ന വനങ്ങളിലാണ് താമസിക്കുന്നത്. ഓരോ കുടുംബ യൂണിറ്റിലും സാധാരണയായി ഏകദേശം 10 മുതൽ 12 വരെ ആനകൾ ഉണ്ടാവും. എന്നിരുന്നാലും നിരവധി കുടുംബ യൂണിറ്റുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു പെണ്ണാന നയിക്കുന്ന 70 അംഗങ്ങൾ വരെ അടങ്ങുന്ന വലിയ കൂട്ടങ്ങളും കണ്ടുവരാറുണ്ട്. പ്രായപൂർത്തിയായ ആണാനകൾ സാധാരണയായി ഒറ്റയ്ക്ക് കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ചിലപ്പോൾ ആണാനകളുടെ കൂട്ടത്തെയും കാണാറുണ്ട്. ജിറാഫുകളില്ലാത്ത ആഫ്രിക്ക ഉണ്ടോ? ഇതാ ഞങ്ങളുടെ മുമ്പിലുമുണ്ട് കുറെ ജിറാഫുകൾ. വെയിലൊക്കെ കുറഞ്ഞപ്പോൾ തീറ്റ തേടി ഇറങ്ങിയതാണ്. കെനിയയിലെ മസായിമാരയിൽ കാണപ്പെടുന്ന ഇവ ജിറാഫിന്റെ ഉപജാതികളിൽ പെടുന്നവയാണ്. മസായി ജിറാഫുകൾക്ക് ക്രീം അല്ലെങ്കിൽ വെള്ള പശ്ചാത്തലത്തിൽ വലുതും ക്രമരഹിതവുമായ രോമത്തിന്റെ പാറ്റേണുകളുണ്ട്. ഈ പാറ്റേണുകൾ മറ്റുള്ള ജിറാഫുകളിൽ കാണപ്പെടുന്നതിനേക്കാൾ വലുതാണ്. നമ്മുടെ വിരലടയാളം പോലെ ഓരോ ജിറാഫിനും ഇത് വ്യത്യസ്തമാണ്. മസായി ജിറാഫുകൾ സാധാരണയായി മറ്റ് ജിറാഫ് ഉപജാതികളെക്കാൾ ഉയരവും ഭാരവുമുള്ളവയാണ്. ആൺ ജിറാഫുകൾക്ക് 18 അടി വരെ ഉയരവും 900 കിലോഗ്രാം വരെ ഭാരവുമുണ്ട്. പുൽമേടുകളിലും തുറന്ന വനപ്രദേശങ്ങളിലും വസിക്കുന്ന ഇവ പലപ്പോഴും അക്കേഷ്യ മരങ്ങളുള്ള പ്രദേശങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. അമ്മയും കുഞ്ഞുങ്ങളും അടങ്ങിയ 10ഓളം ജിറാഫുകളുടെ കൂട്ടമായിട്ടാണ് ഇവ സാധാരണ കാണപ്പെടാറുള്ളത്. ആൺ ജിറാഫുകൾ പലപ്പോഴും സ്വന്തമായി അലഞ്ഞു നടക്കുകയോ ബാച്ചിലർ ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയോ ചെയ്യും.
ഏതൊരു മൃഗത്തെക്കാളും ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവിയാണ് ജിറാഫ്. കാരണം ഗുരുത്വാകർഷണത്തിനെതിരെ ഇത്രയും ഉയരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യണ്ടേ. ജിറാഫുകളുടെ രക്തസമ്മർദ്ദം മനുഷ്യരെക്കാൾ ഇരട്ടിയാണ്. ഹിപ്പോകളെ പോലെ സാധാരണയായി മറ്റു മൃഗങ്ങൾ ഇവയെ ആക്രമിക്കാറില്ലെങ്കിലും ഇവയുടെ കുട്ടികൾ ചിലപ്പോഴൊക്കെ ആക്രമിക്കപ്പെടാറുണ്ട്. ജിറാഫുകൾക്ക് വളരെ വേഗത്തിൽ ഓടാൻ കഴിയും. കൂടാതെ ഇവയുടെ കാലുകൾ വളരെ പവർഫുള്ളാണ്. ഇവയുടെ തൊഴിയേറ്റ് സിംഹങ്ങൾ പോലും കിടന്നു പോകാറുണ്ട്. അതുകൊണ്ട് അതുപോലെ സാഹചര്യം ഒത്തുവന്നാൽ മാത്രമേ സിംഹങ്ങൾ ഇവയെ ആക്രമിക്കാൻ മുതിരാറുള്ളൂ. ഇവയാണ് മറാബു സ്റ്റോക്ക്. മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ മാലിന്യമൊക്കെ തള്ളുന്നിടത്ത് ഇവയെ സാധാരണ കാണാൻ സാധിക്കും. കൂടെയുള്ളത് യെല്ലോ ബിൽഡ് സ്റ്റോക്ക് ആണ്. ഇത്ര തിരക്ക് പിടിച്ച് എന്താണ് അവർ തപ്പുന്നത്? വാട്ടർ മോണിറ്ററാണിത്. സാധാരണയായി വെള്ളക്കെട്ട് ഉള്ളിടത്ത് കാണപ്പെടുന്ന ഇവ പല്ലിയുടെ വർഗത്തിൽപ്പെട്ടതാണ്. 2 മീറ്റർ വരെ നീളമുള്ള ഇവയെ ഇവയുടെ തൊലിക്കായി വേട്ടയാടപ്പെടാറുണ്ട്. ഫോർക്ക് ടെയിൽഡ് റോളർ എന്നും വിളിക്കുന്ന ലൈലാക് ബ്രസ്റ്റഡ് റോളറാണിത്. കെനിയുടെ ദേശീയ പക്ഷിയാണിത്. കിരീടം മുതൽ വാൽ വരെയുള്ള ഭാഗം ഒലിവ് നിറമാണ്. കവിളുകളും ചെവിയും ലൈലാക് നിറത്തിൽ മൂടിയിരിക്കുന്ന ഇവയെ കാണാൻ നല്ല ഭംഗിയാണ്. ആൺപക്ഷിയെയും പെൺപക്ഷിയെയും തമ്മിൽ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. ഞങ്ങളുടെ ഗൈഡും ഡ്രൈവറും ഒക്കെ ആയ ഡേവിഡിന് എന്തോ ഇമ്പോർട്ടന്റ് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് അവൻ വാഹനം ഓടിക്കുന്ന സ്പീഡിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത എവിടെയോ സിംഹത്തിന്റെ മീറ്റിംഗ് ഉണ്ടെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. മസായിമാരുടെ ഏത് കോണും അറിയാവുന്നവരാണ് ഇവിടുത്തെ ഡ്രൈവർമാർ. കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു പുൽമേട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മരത്തിന്റെ അടുത്താണ് വാഹനം എത്തിച്ചേർന്നത്. 2-3 വാഹനങ്ങൾ വിവരം അറിഞ്ഞ് ഇതിനോടകം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. താഴെ പുല്ലിൽ ഒരു ആൺസിംഹവും പെൺസിംഹവും കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. അവർ നല്ല വിശ്രമത്തിലാണ്. നമുക്ക് കാത്തിരുന്നല്ലേ പറ്റുകയുള്ളൂ. അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിട്ട് ഒരു പ്രയോജനമില്ല. ആൺസിംഹം ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് പല പോസുകൾ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അവൾക്ക് താല്പര്യമില്ല. അവൾ അവനെ തട്ടി ഓടിച്ചു. പാവം, അവൻ വീണ്ടും വിശ്രമം ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അവൻ ശ്രമിച്ചു. ഇക്കുറി അവൾ അവനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. വീണ്ടും ഉറക്കം. ഇനിയും കാണണമെന്നായി ഡേവിഡ്. ചില വാഹനങ്ങൾ പോയതിനാൽ വേറൊരു ആംഗിളിൽ നിന്നും ഒരു പ്രാവശ്യം കൂടെ കാണാമെന്നായി ഞങ്ങൾ. കാട്ടിൽ കൂട്ടമായി ജീവിക്കുന്ന ഒരു പ്രബല പുരുഷനെ കേന്ദ്രീകരിച്ചുള്ള സാമൂഹിക ഘടനകൾ രൂപപ്പെടുത്തുന്ന ഒരേ ഒരു ബിഗ് കാറ്റുകളാണ് ആഫ്രിക്കൻ സിംഹങ്ങൾ. ഈ പുരുഷന്റെ പ്രധാന കർത്തവ്യം പ്രൈഡിനെ സംരക്ഷിക്കുകയും പെൺസിംഹങ്ങളുമായി ഇണചേരുകയും ചെയ്യുക എന്നതാണ്. പലപ്പോഴും കടുത്ത മത്സരത്തിലൂടെയും ശാരീരിക ആധിപത്യത്തിലൂടെയും ആണ് അവൻ ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നത്. ഈ ആധിപത്യത്തിനായി ആൺസിംഹങ്ങൾ മരണം വരെ പോരാടിയേക്കാം. സിംഹങ്ങൾക്ക് ഒരു പ്രത്യേക ഇണചേരൽ സീസൺ ഇല്ല. പകരം അവയുടെ പ്രത്യുൽപാദന സമയം, ഭക്ഷണ ലഭ്യതയും പെൺസിംഹങ്ങളുടെ ഹോർമോൺ ചക്രങ്ങളും ആശ്രയിച്ചിരിക്കുന്നു. പെൺസിംഹങ്ങൾ ഒന്നിലധികം ആൺസിംഹങ്ങളുമായി ഇണചേരാറുണ്ട്. എന്നാൽ ഡോമിനന്റായ ആൺസിംഹങ്ങൾ സാധാരണയായി ഇണചേരൽ സ്വയം പരിമിതപ്പെടുത്തുന്നു. പുതിയതായി പ്രൈഡിനെ ഏറ്റെടുക്കുന്ന ആൺസിംഹങ്ങൾ സ്വന്തം ജനിതക പാരമ്പര്യം ഉറപ്പാക്കുന്നതിന് നിലവിലുള്ള കുഞ്ഞുങ്ങളെ കൊന്നേക്കാം. സിംഹങ്ങളിൽ ഗർഭധാരണത്തിനുള്ള സാധ്യത വളരെ കുറവായതിനാൽ ഇണചേരൽ വളരെ ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആൺസിംഹങ്ങൾ 4 ദിവസത്തിനുള്ളിൽ ഓരോ 20 മുതൽ 30 മിനിറ്റിലും പെൺസിംഹങ്ങളുമായി ഇണചേരുന്നു. ഇത് 20 സെക്കൻഡിൽ കൂടുതൽ നീണ്ടു നിൽക്കാറില്ല. ഈ സമയത്ത് ഇണകൾ ഒറ്റപ്പെട്ട് മിതമായ ഭക്ഷണം മാത്രം കഴിച്ചാണ് കഴിയാറുള്ളത്. മറ്റുള്ള മൃഗങ്ങളെപ്പോലെ സിംഹങ്ങൾക്ക് ഒരു ഓവുലേഷൻ പീരീഡ് ഇല്ല. മറിച്ച് ഇണചേരുന്ന സമയത്താണ് അവളുടെ ശരീരം അണ്ടങ്ങൾ പുറത്തുവിടാൻ പ്രേരിപ്പിക്കുന്നത്. ഗർഭകാലം ഏകദേശം 3.5 മാസം നീണ്ടു നിൽക്കും. 2 മുതൽ 6 വരെ കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. അവ നേരിടുന്ന അപകടങ്ങൾ കാരണവും പ്രായപൂർത്തിയാകാൻ ഏകദേശം 2 വർഷം എടുക്കുമെന്നുള്ളതുകൊണ്ടും 4-ൽ 1 മാത്രമേ അതിജീവിക്കാറുള്ളൂ. അതിനാൽ തന്നെ പെൺസിംഹങ്ങൾ 2-3 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രസവിക്കാറുള്ളൂ. കാട്ടിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഇത്തരം കാഴ്ചകൾ അവിസ്മരണീയമാണ്. മഴ പെയ്യാൻ തുടങ്ങുകയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇന്നത്തെ സഫാരി മതിയാക്കി ക്യാമ്പിലേക്ക് മടങ്ങുകയാണ്. 12 മണിക്കൂർ കടന്നുപോയത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. മസായിമാരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇനിയും കാഴ്ചകൾ ധാരാളമുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ.